ഓക്കെ, ഇത് 2023 ലാസ്റ്റ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എസ്എയിൽ ചോദിച്ചാണ്. മിനിമൈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എ ബി സി ഡി. സോ ഈ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന വേരിയബിൾസ് കണ്ടാൽ അറിയാം, ഇതൊരു ഫോർ വേരിയബിൾ എക്സ്പ്രഷനാണ്. ഇപ്പോൾ തന്നിരിക്കുന്നത് സ്മോൾ ലെറ്റർ എം ബ്രാക്കറ്റിൽ 1 2 6 7 8 13 14 15. അതായത് ഈ തന്നിരിക്കുന്നതെല്ലാം എന്താണ്? മിൻ ടൈംസ് ആണ്. മിൻ ടൈംസ്. പിന്നെ ഡി 0 3 5 12, അതായത് ഈ തന്നിരിക്കുന്നത് ഡോണ്ട് കെയർ കണ്ടീഷൻസ് ആണ്. ഡോണ്ട് കെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ഫോർ വേരിയബിൾ ആണ്. ഇനിയിപ്പോൾ ഫോർ വേരിയബിൾ ഇവിടെ ഡയറക്റ്റായിട്ട് തന്നില്ലെങ്കിൽ ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ എത്രയാണ് നോക്കുക, 15 ആണ്. സോ 15 റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 വേരിയബിൾസ് വേണം അല്ലേ? 4 വേരിയബിൾസ് ഉണ്ടെങ്കിൽ 2⁴ 16 ടൈപ്പ് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. അതായത് 0 മുതൽ 15 വരെയുള്ള ഡെസിമൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. സോ നമുക്ക് 4 വേരിയബിൾ വേണം. അല്ലെങ്കിൽ എഫ് ഓഫ് എ ബി സി ഡി, ഇതിൻ്റെ അകത്ത് 4 വേരിയബിൾ ആണുള്ളത്. അപ്പോൾ ആദ്യം ഇത് എത്ര വേരിയബിൾ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4 വേരിയബിൾ ആണെങ്കിൽ 4 വേരിയബിളിൻ്റെ കെ മാപ്പ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എ ബി സി എടുക്കുകയാണ്. ഇത് സി ഡി. കെ മാപ്പിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? 0 0 0 1 1 1 1 0. ഹിയർ 0 0 0 1 1 1 1 0. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഡെസിമലിലെ 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ 4 5 6 7 8 ഇവിടെയാണ് വരുന്നത്. 8 9 10 11 12 13 14 15. ഇങ്ങനെയാണ് കറസ്പോണ്ടിങ് ഡെസിമൽ ഇക്വലൻസ് വാല്യൂസ് വരിക. അപ്പോൾ നമുക്ക് ഓരോന്ന് എഴുതി നോക്കാം. മിൻ ടൈംസ് ആണ്. മിൻ ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ 1ൻ്റെ പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് ഉള്ളത്? ഡെസിമൽ വാല്യൂ 1 വരുന്നിടത്ത് 1 ഉണ്ട്, അതായത് ഇവിടെ 1 ഉണ്ട്. ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ 1 ഉണ്ട്. ഇനി എവിടെയുള്ളത്? 2ൽ 1 ഉണ്ട്, 6ൽ 1 ഉണ്ട്, 7ൽ 1 ഉണ്ട്, 8ൽ 1 ഉണ്ട്, 13 14 15. ഓക്കെ, 1 2 6 7 8 13 14 15. ഇനി ഡോൺ കെയർസ് എവിടേക്കാണ്? 0ൽ ഡോൺ കെയർ നമ്മൾ ക്രോസ് ഇടുക ചെയ്യാം. 0 3 5 and 12 അല്ലേ? 0 0 3 5 and 12 എത്രയാണ് ഡോൺ ഗേഡ്സ് വരുന്നത്. സോ നമുക്കിനി ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കേണ്ടത്, നമുക്കിതിൻ്റെ ഗ്രൂപ്പ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതൊരു 4 വേരിയബിൾ ആയതുകൊണ്ട് 16 ഉണ്ടോ നോക്കുക. 16 നമുക്ക് പോസിബിൾ അല്ല. 16 സെൽസിന് അഡ്ജസ്റ്റൻസ് സെല്ലായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ 8 സെൽസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക. 8 സെൽസിൻ്റെ ഗ്രൂപ്പും ഇവിടെ പോസിബിൾ അല്ല. പിന്നെ 4 സെൽസിൻ്റെ ഗ്രൂപ്പിംഗ് ഉണ്ടോ നോക്കുക. 4 സെൽസിൻ്റെ ഗ്രൂപ്പിംഗ് നമുക്കിവിടെ പോസിബിൾ ആണ് അല്ലേ? ഓക്കെ, ഇതൊരു 4 സെല്ലാണ്. ഇപ്പോൾ ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഡോൺ കെയറിനെയും കൂടെ നമുക്ക് ചേർത്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം എന്ന് കരുതി എല്ലാ ഡോൺ കെയറും ഗ്രൂപ്പിൽ വേണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ എല്ലാ 1ഉം എന്തിൽ വരണം? ഗ്രൂപ്പിങ്ങിൻ്റെ അകത്ത് വരികയും വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു 4 വേരിയബിൾ കിട്ടും, 4 അഡ്ജസ്റ്റൻറ്റ് സെൽസ് കിട്ടും. ഇവിടെ ഞാൻ ഗ്രൂപ്പ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള 4 5 വണ്ണുകൾ ഗ്രൂപ്പിലായി. പക്ഷേ ഈ 1 ഗ്രൂപ്പായി ചെയ്തിട്ടില്ല.
ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ ഈ 1 ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പിംഗ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എടുത്തു. ഓക്കെ, ഇനി ഒരു 1 മാത്രമുണ്ട്, ഇതിനെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എഴുതാം. ഈ ഗ്രൂപ്പിനെ ഞാൻ G1 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ G2 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ G3 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ G4 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ G1 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ റോ എലമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പാണ് G1. സോ എനിക്ക് സിയുടെയും ഡിയുടെയും ടേമുകളൊന്നും ഉണ്ടാകത്തില്ല. സോ എനിക്ക് G1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് കിട്ടുക? എ ബി ഈ 2 വേരിയബിൾസിനും സീറോസ് ആണുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ടൈമിനെ എങ്ങനെ എഴുതാം? എ ബാർ ബി ബാർ എന്ന് എഴുതാം. ഇനി ഗ്രൂപ്പ് 2 നോക്കിക്കഴിഞ്ഞാലോ, ഗ്രൂപ്പ് 2വും ഇതേപോലെ തന്നെയാണ്, ഇങ്ങനെയാണ് ഗ്രൂപ്പ് പോകുന്നത്. ഇവിടെ എനിക്ക് ഈ 2 ടേമുകൾ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് ഗ്രൂപ്പ് 2ൻ്റെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ടൈമിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ ബി എന്ന് എഴുതാം, കാരണം 2 1 ആണ്. ഇനി ഗ്രൂപ്പ് 3 നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ചേഞ്ച് വരുന്നത് എ വാല്യൂസിന് ചേഞ്ച് ഉണ്ട്, ബിക്ക് ചേഞ്ച് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സി വാല്യൂവിന് ചേഞ്ച് ഇല്ല, ഡിക്ക് ഇവിടെ 1 ആണ്, ഡിക്ക് ഇവിടെ 0 ആണ്. സോ ഡി ടൈം ക്യാൻസൽ ആയി പോവും. പിന്നെ ഗ്രൂപ്പ് എ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുണ്ടാകുക സി ആണ്. സോ ബി സി. ഇനി നമുക്ക് 4 വേരിയബിളിൻ്റെ ഗ്രൂപ്പിംഗ് വേറെ പോസിബിൾ അല്ല. ഇനി ഒരു ഗ്രൂപ്പ് 2 വേരിയബിളിൻ്റെ ഒരു ഗ്രൂപ്പും കൂടിയാണ് എനിക്കിവിടെ ചെയ്യാൻ പറ്റുക. ഗ്രൂപ്പ് G4 നോക്കിക്കഴിഞ്ഞാൽ ബിക്ക് ചേഞ്ച് ഉണ്ട്. സോ ബി ടൈം ക്യാൻസൽ ആവും. പിന്നെ എയുടെ വാല്യൂ 1. സോ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ആണ്. കഴിഞ്ഞില്ല, ഇനി ഇവിടെയും കൂടെ നോക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിയും ഡിയും 2ഉം സീറോസ് ആണ്. സോ സി ബാർ ഡി ബാർ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ എഴുതാം. ഇതിൻ്റെ മിനിമൈസ്ഡ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. മിനിമൈസ്ഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ബാർ ബി ബാർ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ബാർ ടി ബാർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് 5 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അധികം ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി പോവാം. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ, ഇൻപുട്ട് കണ്ടീഷൻ്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് 1 2 ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് എഴുതി പോയാൽ മതി. കൺഫ്യൂഷൻ ഉള്ളവർ മാത്രം എന്ത് ചെയ്യുക? ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.